ഹേയ് ഗൈസ്, നിങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ? എന്നിട്ടും ലക്ഷ്യത്തിലെത്തുന്നില്ലേ? എങ്കിൽ നിങ്ങളല്ല, നിങ്ങളുടെ രീതികളാണ് പ്രശ്നം. ലോകത്തിലെ ഏറ്റവും അച്ചടക്കമുള്ള ആളുകളായ ജപ്പാൻകാർ ഉപയോഗിക്കുന്ന സൂപ്പർ പവർ ഹാബിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ട, കാശും വേണ്ട. വെറും ചെറിയ മാറ്റങ്ങൾ മാത്രം. ഇത് നിങ്ങളുടെ മടിയെ ഇല്ലാതാക്കും, സമ്മർദ്ദം കുറയ്ക്കും, നിങ്ങളുടെ ശ്രദ്ധ കൂട്ടും. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു ചീറ്റ് കോഡാണ്. ഒന്നാമത്തെ മാസ്റ്റർ ഹാബിറ്റ്, കൈസെൻ. നിങ്ങളുടെ തലച്ചോറിനെ കളിപ്പിക്കാനുള്ള ട്രിക്കാണിത്. ഒറ്റ ദിവസം കൊണ്ട് 6 പാക്ക് എടുക്കാൻ ശ്രമിക്കരുത്. നാളെ മുതൽ വലിയൊരു മാറ്റം വരുത്താൻ ശ്രമിക്കരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഇന്നത്തേക്കാൾ 1% മാത്രം മെച്ചപ്പെടുക. അത്രമാത്രം. സൈക്കോളജി പറയുന്നു, ചെറിയ വിജയങ്ങൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷ ഹോർമോണായ ഡോപാമിൻ നിറയ്ക്കും. അത് നമ്മളെ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകും. 1% തുടങ്ങി നിങ്ങളറിയാതെ നിങ്ങൾ 100% എത്തിയിരിക്കും. വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കാതെ ഇന്നൊരു % മുന്നോട്ടു പോവുക. ഇത് നിങ്ങളെ അൺസ്റ്റോപ്പബിളാക്കും. രണ്ടാമത്തത്, ഇക്കിഗായി. ഇതൊരു ഫിലോസഫിയാണ്. രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാരണമെന്താണ് എന്ന് ചോദിക്കുന്നതാണ് ഇക്കിഗായി. അതായത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്കിഷ്ടപ്പെട്ടതും ലോകത്തിന് ആവശ്യമുള്ളതും നിങ്ങൾക്ക് വരുമാനം തരുന്നതുമായ ഒരു കാര്യം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വലിയ അർത്ഥം നൽകുമ്പോൾ മടി അവിടെ നിന്ന് ഓടിപ്പോകും. നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം കിട്ടും. ഇക്കിഗായി കണ്ടെത്തുന്നവരാണ് ജപ്പാനിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത്. നിങ്ങളുടെ ഇക്കിഗായി എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. മൂന്നാമത്തേത്, ഡാൻഷാരി. നിങ്ങൾക്ക് വല്ലാത്ത തലവേദന, ശ്രദ്ധയില്ലായ്മ, മടുപ്പ്, ഇതിന്റെയൊക്കെ കാരണം നിങ്ങളുടെ മുറിയോ മേശയോ ആകാം. ഡാൻഷാരി എന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കളഞ്ഞ് നിങ്ങളുടെ ചുറ്റുപാടും മനസ്സും വൃത്തിയാക്കുക എന്നതാണ്. സയന്റിഫിക്കായി പറഞ്ഞാൽ, അലങ്കോലങ്ങൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂട്ടും, നമ്മുടെ ഫോക്കസ് നശിപ്പിക്കും. നിങ്ങളുടെ മുറിയിലെ ഓരോ സാധനവും നിങ്ങളുടെ ശ്രദ്ധ വലിച്ചെടുക്കുകയാണ്. ഒരു ദിവസം 10 മിനിറ്റ് റൂം ക്ലീൻ ചെയ്തു നോക്കൂ. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ കിട്ടുന്ന ആ ഫ്രീ സ്പേസ് വലുതായിരിക്കും. നാലാമത്തത്, ഹാരാ ഹാച്ചിബു. ഭക്ഷണം കഴിക്കുമ്പോൾ 80% വയറു നിറയുമ്പോൾ നിർത്തുക. മതിയായി എന്ന തോന്നൽ വരുന്നതിന് തൊട്ടുമുമ്പ് തന്നെ നിർത്തുക. ഇതൊരു ഡയറ്റല്ല. വയറു നിറഞ്ഞ് കുടവയർ ചാടി ഉറക്കം വരുന്ന ആ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അത് ഒഴിവാക്കാം. ഈ ശീലം അമിതഭക്ഷണം തടയും, നിങ്ങൾക്ക് സ്ഥിരമായ ഊർജ്ജം നൽകും. ശരീരം ലൈറ്റായാൽ മനസ്സ് സൂപ്പർഫാസ്റ്റാകും. ഈ 80% നിയമം നിങ്ങളുടെ ദഹനത്തെ ഈസിയാക്കും, നിങ്ങൾക്ക് സ്ഥിരമായ എനർജി നൽകും. അഞ്ചാമത്തത്, ഷിൻറിൻ യോക്കു അഥവാ ഫോറസ്റ്റ് ബാത്തിങ്. ഇതിനർത്ഥം കാട്ടിൽ പോയി കുളിക്കുക എന്നല്ല. തിരക്കിനിടയിൽ നിന്ന് 10 മിനിറ്റ് മാറ്റിവെച്ച് പ്രകൃതിയിലേക്ക് നോക്കുക. മരങ്ങളിലേക്കും പക്ഷികളുടെ ശബ്ദത്തിലേക്കും ശ്രദ്ധിക്കുക. ഈ 10 മിനിറ്റ് മതി. ഇത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും മനസ്സിനെ റീസെറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ മൊബൈൽ എടുക്കാതെ പുറത്തെന്താണെന്ന് ഒന്ന് നോക്കുക. 10 മിനിറ്റ് നേച്ചർ തെറാപ്പി, നിങ്ങൾ വേറെ ലെവലാകും. ആറാമത്തേത്, നിങ്ങളുടെ കോപം നിയന്ത്രിക്കാനുള്ള സൂപ്പർ പവർ. ഇനി മുതൽ ഒരു കാര്യം പറയുന്നതിനു മുമ്പോ ഒരു മെസ്സേജിന് മറുപടി നൽകുന്നതിനു മുമ്പോ 3 സെക്കൻഡ് നിങ്ങൾ നിശബ്ദമായി ഒന്ന് നിരീക്ഷിക്കുക. 3 സെക്കൻഡ് മാത്രം. ഇതൊരു മാജിക്കാണ്. ഈ 3 സെക്കൻഡ് നിങ്ങളുടെ തലച്ചോറിന് ചിന്തിക്കാൻ സമയം നൽകും. എടുത്തുചാടി പറയുന്ന എല്ലാ അബദ്ധങ്ങളും, കോപത്തിലുള്ള തീരുമാനങ്ങളും ഇത് തടയും. കോപത്തിലെടുക്കുന്ന എല്ലാ മണ്ടൻ തീരുമാനങ്ങളും, നാളെ നിങ്ങൾ ഖേദിക്കുന്ന എല്ലാ വാക്കുകളും ഇത് തടയും. നിങ്ങളിനി പ്രതികരിക്കുകയല്ല, ചിന്തിച്ച് പ്രതികരിക്കുകയാണ്. ഇത് വലിയ പവറാണ്. കണ്ടില്ലേ? വലിയ മാറ്റങ്ങൾക്ക് വലിയ കഷ്ടപ്പാട് ആവശ്യമില്ല. ഈ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ അച്ചടക്കത്തെയും സന്തോഷത്തെയും വിജയത്തെയും തീരുമാനിക്കും. ഈ ശീലങ്ങൾ വളരെ ചെറുതാണ്, പക്ഷേ ഇവ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വലുതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറയുക. ഇനിയും കാത്തിരിക്കേണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ 1% മെച്ചപ്പെടുത്താൻ തുടങ്ങിക്കൊള്ളൂ.